നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഐ സിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അതിനുശേഷം നമ്മൾ IC ഫാബ്രിക്കേഷനാണ് പഠിച്ചത്. അതായത് കമ്പോണൻറ്റ്സ് എങ്ങനെയാണ് ICയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുക, അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ. പിന്നെ നമ്മൾ ലെവൽസ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചത് ഡിസ്ക്രീറ്റ് സർക്യൂട്ട്സും ICയും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് അല്ലേ. ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ആൻഡ് ലീനിയർ ICs. ഈ ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, കുറച്ച് ലെങ്തി ഉള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാലാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ആൻഡ് ലീനിയർ ICs. ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 10 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പബ്ലിക് എക്സാമിന് ചോദിക്കാറ്. അതായത് നമുക്കറിയാം 60 മാർക്കിൻ്റെ കൂടെ ഏകദേശം ഒരു 18 മാർക്ക് വരെ ചോയ്സ് ഉണ്ടാവാറുണ്ട്. മൊത്തം 78 മാർക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. അതിലെ ഏകദേശം ഒരു 10 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പാഠം. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, കുറച്ച് വലിയ ഒരു പാഠമാണ്. നമുക്ക് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് 2-3 സർക്യൂട്ട്സുകളും ഇതിൽ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാവും അറിയുന്നുണ്ടാവുക, നമുക്ക് ആദ്യം നോക്കാം. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സിമ്പൽ എന്താണ്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന IC ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പറയുന്നത്. അതായത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ സിമ്പൽ, അതിൻ്റെ IC ഏതൊക്കെ എന്നുള്ളതാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇനി നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ബ്ലോക്ക് ഡയഗ്രാമാണ്. ഒരു ഓപ്പ് ആമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഓപ്പ് ആമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓപ്പ് ആമ്പിൻ്റെ നമുക്ക് പലതരം ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിനുശേഷം ഓപ്പ് ആമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആഡർ, സബ്സ്ട്രാക്ടർ സർക്യൂട്ട്സ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു കമ്പാരറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അതിനുപയോഗിക്കുന്ന സാധാരണ IC ഏതാണ്. സാധാരണ നമ്മൾ LM324 എന്ന് പറയുന്ന ഒരു IC ആണ് നമ്മൾ കമ്പാരറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ആ ICനെ കുറിച്ച് നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാന സെക്ഷനിലേക്ക് വന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാനുണ്ട്. IC555, അത് നമ്മൾ ടൈമർ IC എന്നാണ് പറയുക. അപ്പോൾ ഈ 555 എന്ന് പറയുന്ന ടൈമർ ICയെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ വർക്കിംഗ്. മാത്രമല്ല ആ IC ഉപയോഗിച്ചിട്ടുള്ള 2-3 സർക്യൂട്ട്സ് നമുക്ക് പഠിക്കണം, പ്രാക്ടിക്കൽ സർക്യൂട്ട്സ് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആൻ ഓപ്പ് ആമ്പ് ഈസ് എ ഡയറക്റ്റ് കപ്പിൾഡ് ഹൈ ഗെയിൻ ആംപ്ലിഫയർ. അതായത് ഒരു ഡയറക്റ്റ് കപ്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ ഗെയിൻ ഉള്ള ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഏത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓപ്പ് ആമ്പ് എന്ന് പറഞ്ഞാൽ. അത് എന്തിനാ യൂസ് ചെയ്തിട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ആംപ്ലിഫൈ ബോത്ത് AC ആൻഡ് DC സിഗ്നൽസ്. അതായത് AC സിഗ്നൽസിനെയും DC സിഗ്നൽസിനെയും നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓപ്പ് ആമ്പ് യൂസ് ചെയ്യാം. ഇത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അതിന് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നുള്ള ഒരു പേര് വന്നത്. ഓക്കെ, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓപ്പ് ആമ്പ് നമുക്ക് ഒരു സിംഗിൾ ICയിൽ നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് IC741 എന്ന് പറയുന്ന IC ആണ് നമ്മൾ ഒരു സിംഗിൾ ഓപ്പ് ആമ്പിൻ്റെ IC എന്ന് പറയുന്നത്. അപ്പോൾ ഈ 741 ICയിൽ ഒരു ഓപ്പ് ആമ്പാണ് ഉള്ളത്.
മനസ്സിലായോ? അപ്പോൾ എന്താണ് ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓപ്പാമ്പിൻ്റെ സിമ്പൽ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് രണ്ട് ഇൻപുട്സ് ഉണ്ട്. രണ്ട് ഇൻപുട്സ് നമ്മൾ പറയുന്ന പേരാണ് നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ഇൻവെർട്ടിംഗ് ഇൻപുട്ട്. അപ്പോൾ ഈ സിമ്പലിൽ നോക്കൂ, ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു സൈൻ ഉണ്ട്, അതിന് നേരെ V1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്ലസ് എന്ന് പറയുന്ന സൈനിന് നേരെയുള്ള ഇൻപുട്ടിനെ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് എന്നാണ് പറയുക. ഇവിടെ നമ്മൾ മൈനസ് എന്ന് കാണുന്നുണ്ട് അല്ലേ, അതിന് നേരെ V2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മൈനസിന് നേരെയുള്ള ഇൻപുട്ടിനെ പറയുന്ന പേരാണ് ഇൻവെർട്ടിംഗ് ഇൻപുട്ട്. ഓക്കെ, ഇനി നമ്മൾ സപ്ലൈ ഇവിടെ പ്ലസും ഉണ്ട് ഇവിടെ മൈനസും കൊടുക്കുന്നുണ്ട്. ഈ സപ്ലൈയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ 15 വോൾട്ടാണ് പ്ലസ് കൊടുക്കുന്നതെങ്കിൽ -15 വോൾട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി ഈ ഓപ്പാമ്പിന് ആകെ ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ, അത് നമ്മൾ ഇവിടുന്നാണ് V0 എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഇതാണ് ഒരു ഓപ്പാമ്പിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഈ സർക്യൂട്ടിന് നമ്മൾ പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്, ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നാണ്. ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, രണ്ട് ട്രാൻസിസ്റ്റർ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിൻ്റെ പേര് Q1, ഒന്നിൻ്റെ പേര് Q2. ഈ രണ്ട് ട്രാൻസിസ്റ്ററും ഒരേ ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്, സെയിം നമ്പറാണ്. അപ്പോൾ രണ്ടും NPN ആണ്. നോക്കൂ, രണ്ട് NPN ട്രാൻസിസ്റ്ററാണ് അല്ലേ. ഇനി ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് കണക്ടറിൽ കൊടുത്തിട്ടുണ്ട്, RC. ഈ രണ്ട് റെസിസ്റ്ററിൻ്റെയും വാല്യൂ സെയിം ആണ്. ഓക്കെ, അതേപോലെ തന്നെ രണ്ട് റെസിസ്റ്റർ നമ്മൾ ബേസിൽ കൊടുത്തിട്ടുണ്ട്, RB എന്ന് പറഞ്ഞിട്ട്. ആ രണ്ട് റെസിസ്റ്ററിൻ്റെയും വാല്യൂ സെയിം ആണ്. ഇനി ഇവിടെ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ നമ്മൾ ഒരു റെസിസ്റ്റർ വഴി നമ്മൾ നെഗറ്റീവ് സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്, -VEE എന്ന് പറയുന്ന നെഗറ്റീവ് സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, +VCC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ട് നമുക്ക് ശരിക്കും വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പ്ലസ് വോൾട്ടും മൈനസ് വോൾട്ടും വേണം. ഇനി നോക്കൂ, ഇവിടെ V1 V2 രണ്ട് ഇൻപുട്സ് ആണ് നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും കലക്ടറിൽ നിന്നാണ്. മനസ്സിലായോ? രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും കലക്ടറിൽ നിന്നാണ് നമ്മളിവിടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈ സർക്യൂട്ടിൽ നമ്മൾ V1 V2 രണ്ട് ഇൻപുട്സ് കൊടുത്തു വരിക, സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് ഇൻപുട്ട് സിഗ്നലുകളുടെയും ഡിഫറൻസിനെ എന്ത് ചെയ്യും, ഈ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ടാണ് ഈ ആംപ്ലിഫയറിനെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നുള്ള പേര് വന്നത്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ഇൻപുട്ട് വോൾട്ടേജ് Vin എന്നാണെങ്കിൽ ഇവിടെ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് വരിക, ഈ രണ്ട് വോൾട്ടുകളുടെയും ഡിഫറൻസ് ആയിരിക്കും. അതായത് V1 എന്ന് പറയുന്ന ഈ വോൾട്ടിൻ്റെയും V2 എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും ടോട്ടൽ അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ Vin എന്ന് പറയുന്നത് എന്തായിരിക്കും, V1 - V2 എന്നായിരിക്കും അല്ലേ. നമുക്കറിയാം ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എന്താണ്, ഇൻപുട്ടാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 = എന്താണ് വരിക, ഗെയിൻ ഇൻറ്റു A ഇൻറ്റു ഈ Vന് വരെ നമുക്ക് എന്ത് ചെയ്യുക, V1 - V2 എന്ന് കൊടുക്കാം, V1 - V2 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 = എന്തായിരിക്കും, A ഇൻറ്റു V1 - V2. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിനെ പറയുന്ന പേരാണ് എന്ത്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇനി നമുക്ക് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, അത് എന്താണെന്ന് നോക്കാം. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് CMRR, അതായത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. എന്താണ് ഈ CMRR നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്, ആ രണ്ട് ട്രാൻസിസ്റ്ററും ഒരേ ടൈപ്പ് ഒരേ നമ്പർ ആവുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സാധാരണയായിട്ട് ഈ നോയിസ് സിഗ്നൽസ് ഉണ്ട്. ഈ നോയിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 50 ഹെർട്സിനൊക്കെ താഴെയുള്ള സിഗ്നൽസാണ് നമ്മൾ സാധാരണ നോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോയിസ് വരികയാണെങ്കിൽ ഇപ്പോൾ രണ്ട് ഇൻപുട്ടിലും എന്ത് ചെയ്യാം, ഈ നോയിസ് വരാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വോൾട്ടുകളുടെയും ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു
അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇൻപുട്ടിലും, അതായത് V1 എന്ന് പറയുന്ന ഇൻപുട്ടിലും V2 എന്ന് പറയുന്ന ഇൻപുട്ടിലും ഒരു ചെറിയ നോയിസ് സിഗ്നൽ വന്നു വിചാരിക്കാം. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻസ് കാണുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ V1 മൈനസ് V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്തായിരിക്കും ആ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടും തിയറിറ്റിക്കലി 0 ആയിരിക്കും. അതായത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ രണ്ട് ഇൻപുട്സിലേക്ക് നമ്മൾ സെയിം വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് തിയറിറ്റിക്കൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നോക്കൂ, ദ പ്രോപ്പർട്ടി ഓഫ് റിജക്റ്റിംഗ് സിഗ്നൽസ് കോമൺ ടു ബോത്ത് ഇൻപുട്സ് ഈസ് നോൺ ആസ് കോമൺ മോഡ് സിഗ്നൽ റിജക്ഷൻ. അതായത് നമ്മൾ രണ്ട് ഇൻപുട്ടിലേക്കും സെയിം വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെയിം സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ രണ്ട് സിഗ്നലിനെയും ഈ ആംപ്ലിഫയർ റിജക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് കോമൺ മോഡ് സിഗ്നൽ റിജക്ഷൻ. അതുപോലെ തന്നെ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലേക്ക് രണ്ട് ഇൻപുട്ട് വോൾട്ടും സെയിം ആണെങ്കിൽ നമ്മൾ ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ പറയുന്ന പേരാണ് കോമൺ മോഡ് കോൺഫിഗറേഷൻ എന്ന് പറയും. കോമൺ മോഡ് കോൺഫിഗറേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് നോക്കാം. ദ എബിലിറ്റി ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ടു റിജക്റ്റ് എ കോമൺ മോഡ് സിഗ്നൽ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഇറ്റ്സ് CMRR. കോമൺ മോഡ് സിഗ്നൽസിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് CMRR. CMRR നമ്മൾ കാണുന്ന ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കോമൺ മോഡ് ഗെയിൻ കാണാൻ നോക്കാം. അതായത് കോമൺ മോഡ് ഗെയിൻ ACM ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഗെയിൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ എന്ത് വരും? കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ? നമുക്കറിയാം എന്താണ്, കോമൺ മോഡ് ആകുമ്പോൾ രണ്ടിലും ഒരേ വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് എന്താ അറിയാം, ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഡിഫറൻസ് 0 ആയിരിക്കും. ഡിഫറൻസ് ഇൻപുട്ടിൽ 0 ആകുമ്പോൾ ഐഡിയൽ ആകുമ്പോൾ നമുക്കറിയാം എന്താണ്, ഔട്ട്പുട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ്, കോമൺ മോഡിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആവുന്ന സമയത്ത് ഗെയിനും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് CMRR എന്താ വരിക? CMRR A ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടും? ഇൻഫിനിറ്റി എന്ന് കിട്ടും. അതായത് ഒരു ഐഡിയൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ? ഇനി നമ്മൾ പ്രാക്ടിക്കൽ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻഫിനിറ്റി വരില്ല, ഹൈ വാല്യൂ ആണ് വരിക. കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് ഇൻപുട്ടിലും സെയിം വോൾട്ട് കൊടുത്താലും ഈ ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിലുള്ള ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് കാരണം നമുക്ക് ഔട്ട്പുട്ടിൽ വളരെ ചെറിയൊരു വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഐഡിയൽ ആവുന്ന കേസ് നമുക്ക് എന്ത് പറയാം? CMRR ഇൻഫിനിറ്റി ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? പിന്നെ നമ്മൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചു, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, അതുപോലെ തന്നെ ഓപ്പ് ആമ്പിൻ്റെ സിമ്പലും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം. ബൈ.